ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 9 ശ്ലോകം 34. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമഃ. മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു. മാമേ വൈശ്യസി യുക്തേവം ആത്മാനം മത്പരായണ. പരമാത്മാവായ എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുക. കർമ്മഫല ചിന്ത കൈവെടിഞ്ഞ് എന്നെ ആശ്രയിക്കുക. എല്ലാ കർമ്മങ്ങളും എന്റെ ആരാധനയാക്കുക. മനസ്സ എന്നെ എല്ലാറ്റിലും വണങ്ങുക. എന്നിൽ എത്തിച്ചേരണമെന്ന ലക്ഷ്യത്തിൽ എന്നെ തന്നെ ആശ്രയിക്കുന്നയാൾ എന്നെ തന്നെ പ്രാപിക്കും എന്ന് ഭഗവാൻ പറയുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് ഭഗവത്ഗീത ഭാവാർത്ഥം. അവനവനു ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഈശ്വര ബുദ്ധിയോടെ ചെയ്യുന്നതിൽ കവിഞ്ഞ് മനുഷ്യന് മറ്റൊന്നും സാധ്യമല്ല. സങ്കല്പാത്മകവുമായ മനസ്സിനെ ഈ വിധം ആത്മഭാവന നിരതമാക്കുകയാണ് മനമനസ്ത്വം. ഫലലാഭവേളകളിൽ ലാഭനഷ്ടങ്ങളോ മാനാപമാനങ്ങളോ പരിഗണിക്കാതെ പരമാത്മാഭാവനയെ ആശ്രയിക്കുന്നതാണ് ഇവിടെ മദ്ഭക്തി. ലാഭമായാലും നഷ്ടമായാലും പരമാത്മാവായ ഈശ്വരന്റെ കാരുണ്യമോ അനുഗ്രഹമോ ആയിരിക്കണം. എന്നാൽ എനിക്ക് അവിടുത്തെ കരുണ മാത്രമാണ് വേണ്ടത്, മറ്റൊക്കെ അവിടുത്തെ ഇഷ്ടം. ഈ ഭാവന അഭ്യസിക്കലാണ് മദ്ഭക്തി. വ്യക്തിപരമോ കുടുംബപരമോ സമൂഹപരമോ ആയ ഏതു കർമ്മവും ഭഗവത ആരാധനയാണെന്നുറപ്പു വരുത്തുകയാണ് മദ്യാജിത്വം. ഈ മദ്യാജിത്വം സർവസംഘങ്ങളിൽ നിന്നും അകറ്റി ചിത്തത്തെ അതിവേഗം ആത്മാനുഭവത്തിന് കരുത്തുറ്റതാക്കി തീർക്കുന്നു. തുടർന്ന് എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളെയും ബ്രഹ്മരൂപമായി കണ്ട് മനസ്സ വണങ്ങുന്നതാണ് മത് പ്രണാമം. ആത്മഭാവനയും അനുഭവവും പടിപടിയായി മുന്നേറുന്നതിൻ്റെ ക്രമമാണ് നാം ഇവിടെ കാണുന്നത്. ഇങ്ങനെയെല്ലാം ചിത്തത്തെ ഭഗവാനുമായി യോജിപ്പിച്ചാൽ ഭേദചിന്ത പോയി ബ്രഹ്മപ്രാപ്തി കൈവരിച്ച് ജീവിതം ധന്യമാകാൻ കഴിയും. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഓം തത്സത്. ഭഗവത്ഗീത 9-ാം അധ്യായം സമാപ്തം.